എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന കർക്കിടക വാവ് പ്രമാണിച്ച് ഇന്ന് ഞായറാഴ്ച പുലർച്ചെ ഒന്ന് താമ്പൂല പ്രശ്നം വെച്ച് നോക്കി. മുൻപ് നമ്മൾ വലിയ താമ്പൂല പ്രശ്നം വെച്ചതിന് ശേഷം, അതായത് കഴിഞ്ഞ മേടമാസത്തിലായിരുന്നു അത് അന്ന് വെച്ചത്. അതിനുശേഷം താമ്പൂല പ്രശ്നം വെക്കേണ്ടി വന്നത് ഇന്ന് പുലർച്ചെയാണ്. ഏകദേശം 3 മാസം കഴിഞ്ഞിട്ടാണ് അടുത്തതിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, കർക്കിടക വാവിന് സംഭവിക്കുന്ന ഗുണദോഷങ്ങൾ അത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പുലർച്ചെ വിസ്തരിച്ചൊന്ന് ഈ താമ്പൂല പ്രശ്നം വെച്ച് നോക്കിയത്. എന്തുകൊണ്ടാണ് ഈ താമ്പൂല പ്രശ്നം ഇത്രയും വലിയ ഇടവേളകളിൽ വയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ, വെറ്റിലയുടെ എണ്ണവും അതിൻ്റെ രൂപവും അതിലെ അടയാളങ്ങളും അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഈ കർക്കിടക വാവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലെ ആ ദൈവിക സാന്നിധ്യം അല്ലെങ്കിൽ അന്നുള്ള സംഭവ വികാസങ്ങൾ അത് എത്രത്തോളമുണ്ട്, എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്. മാത്രവുമല്ല, ഈ വരാനിരിക്കുന്ന കർക്കിടക വാവ് വെറും ഒരു സാധാരണ വാവല്ല. പിതൃക്കളുടെ പൂർണ്ണമായ അനുഗ്രഹമോ അല്ലെങ്കിൽ അവരുടെ അപ്രീതിയോ നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് പ്രതിഫലിക്കുന്ന ആ ഒരു സമയം കൂടിയാണിത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ പ്രശ്നത്തിൽ തെളിഞ്ഞു വന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ഈ താമ്പൂല പ്രശ്നപ്രകാരം ചില നക്ഷത്രക്കാർ ഈ കർക്കിടക വാവ് സമയത്തും തുടർന്നുള്ള ദിവസങ്ങളിലും അതീവ ജാഗ്രത പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കും. മാത്രവുമല്ല, ചെറിയ ചില അശ്രദ്ധകൾ പോലും വലിയ നഷ്ടങ്ങളിലേക്ക് നയിച്ചേക്കാം എന്നും വ്യക്തമായി കാണുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ഈ പിതൃക്കളുടെ പൂർണ്ണ അനുഗ്രഹത്താൽ ഇതിൽ പറയാൻ പോകുന്ന 2 നക്ഷത്രക്കാർക്ക് അവർ ഇതുവരെ കാണാത്ത വലിയൊരു മഹാഭാഗ്യവും പ്രശ്നത്തിൽ വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ പ്രശ്നഫലപ്രകാരം അല്പം ദോഷം കാണുന്ന അല്ലെങ്കിൽ വളരെ കൂടുതൽ സൂക്ഷിക്കേണ്ട ആ 3 നക്ഷത്രക്കാർ അവർ ആരൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ അവർ ചെയ്യേണ്ട പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കാം. അതിനു മുൻപ് ഒരു 2 കാര്യം ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തേത്, ഈ വരുന്ന കർക്കിടക വാവിന്, അതായത് ഓഗസ്റ്റ് മാസം 12-ാം തീയതി തിലഹോമം ചെയ്യുന്നുണ്ട്. ഈ തിലം എന്ന് വെച്ചാൽ എള്ള് എന്നാണ് അർത്ഥം. അതായത് എള്ളും നെയ്യും അഗ്നിയിൽ സമർപ്പിച്ചാണ് ഈ തിലഹോമം ചെയ്യുന്നത്. ഈ ഹോമം വളരെ വലിയ ഹോമം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ചെയ്തു വരുന്നത് 1 രാമേശ്വരം, 2 തിരുനെല്ലി, അതുപോലെ തന്നെ പാപനാശിനി തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, അതിനോടൊപ്പം ഈ വർക്കല പാപനാശം തുടങ്ങിയ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ ഇത് ചെയ്തു വരുന്നത്. ഇതിൽ നിങ്ങൾ പേരും ജന്മനക്ഷത്രവും തന്നൊന്ന് പങ്കെടുക്കുന്നതോടുകൂടി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ അറിഞ്ഞോ അറിയാതെയോ ബാധിച്ചിട്ടുള്ള സകലവിധ പിതൃദോഷങ്ങളും അതിനോടൊപ്പം കഷ്ടപ്പാടും ദുരിതങ്ങളും വരെ മാറി നിൽക്കും. അതുപോലെ തന്നെ രണ്ടാമത് പറയാനുള്ളത്, നമ്മൾ ഈ ചാനലിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ജ്യോതിഷം ആപ്ലിക്കേഷനിൽ പൊരുത്തം എന്നൊരു വിഭാഗം കൂടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മുടെ മലയാളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലാകമാനമുള്ള ജ്യോതിഷം ആപ്പുകളിൽ വെച്ച് ഇത്രയും കൃത്യമായ അടിസ്ഥാന ഘടനയോടുകൂടി പൊരുത്തം ആരും ഇതുവരെയും ഇറക്കിയിട്ടില്ല. അത് ഇത്ര കൃത്യമായി ഉറപ്പിച്ച് പറയാൻ കാരണം, ഞാനിപ്പോൾ ലഭ്യമായവയിൽ വെച്ച് നിരവധി ആപ്ലിക്കേഷനുകൾ തുറന്നു നോക്കി. അതിലെല്ലാം പുരുഷൻ്റെയും സ്ത്രീയുടെയും നക്ഷത്രം കൊടുത്താൽ അവ പരസ്പരം ചേരുമോ ഇല്ലയോ എന്ന് മാത്രമേ അതിൽ നിന്നും റിസൾട്ട് കിട്ടുകയുള്ളൂ. എന്നാൽ എന്തുകൊണ്ടാണ് ഇത് ചേരാത്തത് അല്ലെങ്കിൽ ചേരുന്നത് എന്നുള്ള ദശപ്പൊരുത്തങ്ങൾ പ്രകാരം ഓരോന്നും എത്രയാണെന്നും കൃത്യമായി കണക്കുകൂട്ടി പറയുന്നതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറക്കിയിരിക്കുന്ന ജ്യോതിഷം ആപ്ലിക്കേഷനിൽ ഈ കാണുന്ന സ്ക്രീൻ പ്രകാരം യഥാർത്ഥ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ഗണിത നിയമങ്ങൾ ഈ കാണുന്നത് പോലെ കൃത്യമായി പാലിച്ചുകൊണ്ട് അത് നമ്മൾ പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി ഇവിടെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിലേക്കൊന്ന് നോക്കിയാൽ ഈ ജ്യോതിഷം വെച്ച് ഭാവി പ്രവചിക്കുന്നതിൽ ചിലർക്ക് അതിൽ വിശ്വാസമുണ്ട്, എന്നാൽ മറ്റു ചിലർക്ക് വിശ്വാസമില്ല. ഇത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആ ഒരു താല്പര്യം. എന്നാൽ നിങ്ങളിവിടെ ഇപ്പോൾ ഈ കാണുന്ന പേപ്പറിൽ എഴുതിയിരിക്കുന്ന ഗണിതശാസ്ത്ര ഘടന ഒന്ന് നോക്കുക. ഇതിന് പിന്നിൽ ആ ഗണിതശാസ്ത്രത്തിന് കൃത്യമായ ആ ഒരു ലോജിക്കൽ ഘടന തീർച്ചയായിട്ടുമുണ്ട്. ഇത് വളരെ ചുരുക്കിയെന്ന് പറയാം. അപ്പോൾ മാത്രമേ നമ്മുടെ പൂർവികരുടെ ആ ഒരു ബുദ്ധിമണ്ഡലത്തിൻ്റെ വികാസം അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതായത് 360 ഡിഗ്രിയുള്ള ആകാശത്തെ അവർ കൃത്യം 13 ഡിഗ്രി 20 മിനിറ്റ് വീതമുള്ള 27 ഭാഗങ്ങളായി, അതായത്
27 നക്ഷത്രങ്ങളായി തിരിച്ചിരിക്കുന്നു. അവയ്ക്ക് 1 മുതൽ 27 വരെ ഇൻഡെക്സ് നമ്പറുകൾ നൽകി. അതിനുശേഷം 30 ഡിഗ്രി വീതമുള്ള 12 രാശികളാക്കി മാറ്റിയിരിക്കുന്നു. ഈ പറഞ്ഞത് ഇത് തികച്ചും സയൻറ്റിഫിക്കായ ഒരു ജ്യാമിതിയാണ്. അതുപോലെ തന്നെ വളരെ രസകരമായ ഒരു കാര്യം, ഇതിപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് പോലെ തന്നെ എനിക്കും എൻ്റെ കുട്ടിക്കാലത്ത് തെറ്റുപറ്റിയിട്ടുണ്ട്. അതായത് ഇവിടെ ഈ ആന, പാമ്പ്, കരടി, കീരി, പുലി എന്നെല്ലാം നമ്മൾ കാണുമ്പോൾ ഇതേതോ കാർട്ടൂൺ കഥാപാത്രത്തിലെ ആ ഒരു പേരുകൾ പോലെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഇതിൻ്റെ വാസ്തവം ഞാൻ പിന്നീട് മനസ്സിലാക്കിയപ്പോൾ ഇത് വളരെ വലിയൊരു മാത്തമാറ്റിക്സ് തിയറിയാണെന്ന് എനിക്ക് കൃത്യമായി ബോധ്യമായി. അത് പ്രത്യേകിച്ചും പൊരുത്തം നോക്കുന്നതിൽ ഗണപ്പൊരുത്തം, അതിൽ ദേവഗണം, മനുഷ്യഗണം, അസുരഗണം, ഇത് മനുഷ്യരുടെ മാനസികാവസ്ഥയും അവരുടെ ഈഗോയും തമ്മിൽ ഒത്തുപോകുമോ എന്ന് നോക്കുന്ന ആ ഒരു കാൽക്കുലേഷനാണ്. അടുത്തത് യോനിപ്പൊരുത്തം, അതായത് മൃഗങ്ങൾ. ഇവിടെയാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ തെറ്റുപറ്റുന്നത്. അതായത് ഈ ആനയും സിംഹവും ശത്രുക്കളാണ്, അതുപോലെ തന്നെ പാമ്പും കീരിയും ശത്രുക്കളാണ് എന്നൊക്കെയുള്ള ആ ഒരു ഫെൽസ് ലോജിക്കാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് വെറും ഈ കാട്ടുമൃഗങ്ങളുടെ കഥയല്ല, മറിച്ച് മനുഷ്യരുടെ ജൈവികവും ശാരീരികവുമായിട്ടുള്ള ആ ഒരു പൊരുത്തം അത് പരിശോധിക്കാൻ അവർ ഉണ്ടാക്കിയ ആ ഒരു രഹസ്യ കോഡിംഗ് ഭാഷയാണ്. ഇത് ഏത് സാധാരണക്കാർക്കും കൃത്യമായി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഒരേ ഗ്രൂപ്പിൽ നിന്നുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് ഒഴിവാക്കാനുള്ള ആ ഒരു കർശനമായ പ്രോഗ്രാമിംഗ് കണ്ടീഷൻ ഇതിൽ അവർ വെച്ചിട്ടുണ്ട് എന്നാണ് ഞാനിവിടെ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ആ ഒരു രത്ന ചുരുക്കം. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചത്, ഇത്രയും കൃത്യമായ ജ്യോതിഷ അടിസ്ഥാന ഗണിതങ്ങളെ പരിപൂർണമായും അംഗീകരിച്ചുകൊണ്ടാണ് ഈ നക്ഷത്ര പൊരുത്തം എന്ന വിഭാഗം നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ഇത് തെറ്റില്ല എന്ന് എനിക്ക് സംശയലേശം തന്നെ നിങ്ങളോട് പറയാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഇത് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താലും നിങ്ങൾ ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെയായിരിക്കും ഡൗൺലോഡ് ചെയ്യുന്നതും. അതിന് നമുക്ക് ഇന്നത്തെ താമ്പൂല പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കിട്ടിയ ആ ഫലപ്രവചനങ്ങളിലേക്ക് കടന്നു ചെല്ലാം. ഈ താമ്പൂല പ്രശ്നവിധി പ്രകാരം ആദ്യമായി ദോഷം കണ്ടത് കാർത്തിക നക്ഷത്രക്കാർക്കാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക വാവിനോടനുബന്ധിച്ചുള്ള സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില തടസ്സങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വന്നേക്കും. വെറ്റിലയിൽ കണ്ട ലക്ഷണങ്ങൾ പ്രകാരം നിങ്ങൾക്ക് സാമ്പത്തികമായി ചില വഞ്ചനകൾ നേരിടേണ്ടി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പണം കടം കൊടുക്കുന്നതും വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതും ഈ സമയത്ത് പരമാവധി ഒഴിവാക്കുക തന്നെയാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലും വളരെ വലിയ ശ്രദ്ധ ഇപ്പോൾ വേണ്ടതാണ്. പ്രത്യേകിച്ചും ഉദര സംബന്ധമായോ അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്ന് ബുദ്ധിമുട്ടാൻ സാധ്യത വ്യക്തമായി കാണുന്നുണ്ട്. കുടുംബത്തിൽ പ്രത്യേകിച്ചും ദമ്പതികൾ തമ്മിൽ ചെറിയ ചെറിയ ചില കാര്യങ്ങൾക്ക് പോലും വഴക്ക് തുടങ്ങും. അത് പിന്നെ വലിയൊരു വഴക്കിലേക്ക് വന്ന് വഴുതി വീഴാനും മതി. അതായത് കലഹങ്ങൾ ഉണ്ടായി തീരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനാൽ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം വാക്കുകൾ കൈകാര്യം ചെയ്യുക, അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് പരിഹാരമായിട്ട് പറയുകയാണെങ്കിൽ, കാർത്തിക നക്ഷത്രക്കാർ ഈ കർക്കിടക വാവിന് നിർബന്ധമായും പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യുക. അതോടൊപ്പം സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതും അത്യുത്തമമായിരിക്കും. കഴിയുമെങ്കിൽ കർക്കിടക വാവിന് മാത്രമല്ല, തുടർന്ന് വരുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിലും ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുന്നതും അതുപോലെ തന്നെ ശത്രു സംഹാര പുഷ്പാഞ്ജലി ചെയ്യുന്നതും അത്യുത്തമമായിരിക്കും. ഇനി അടുത്തത്, പ്രശ്നത്തിൽ കർശനമായ മുന്നറിയിപ്പ് നൽകുന്ന രണ്ടാമത്തെ നക്ഷത്രം പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ചില യാത്രകളിൽ അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങളോ ചെറിയ അപകടങ്ങളോ പ്രശ്നത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ രാത്രി യാത്രകളും അമിത വേഗത്തിലുള്ള ഡ്രൈവിങ്ങും നിങ്ങൾ കർശനമായും ഒഴിവാക്കണം. തൊഴിൽ രംഗത്ത് നിങ്ങൾ ആഗ്രഹിക്കാത്ത ചില മാറ്റങ്ങൾ ഉറപ്പായിട്ടും വന്നു ചേർന്നേക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആ സഹപ്രവർത്തകരിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ചില വാക്ക് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചില ചതികൾ ഉണ്ടാകാനും അവസരങ്ങൾ സംജാതമാകും. അതുപോലെ തന്നെ പൂർവിക സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ തലപൊക്കാൻ സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഈ ദോഷം മാറാൻ പുണർന്ന നക്ഷത്രക്കാർ കർക്കിടക വാവ് ദിനത്തിൽ പിതൃബലി അത് നിങ്ങൾ സമർപ്പിച്ചതിന് ശേഷം മഹാവിഷ്ണുവിനോ അല്ലെങ്കിൽ ശ്രീരാമസ്വാമിക്കോ തുളസിമാലയും പാൽപ്പായസവും വഴിപാടായിട്ട് നൽകുക. സാധിക്കുമെങ്കിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം നൽകുന്നതും ഈ പിതൃപ്രീതിക്ക് വളരെ ഉത്തമമായിരിക്കും.
അതിന് അടുത്തത് താമ്പൂല പ്രശ്നപ്രകാരം സൂക്ഷിക്കേണ്ട മൂന്നാമത്തെ നക്ഷത്രം മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാർക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വളരെ കൂടുതലായി അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ കർക്കിടക വാവുമായി ബന്ധപ്പെട്ട ആ ചില ദിവസങ്ങൾ. എന്ത് കാര്യം ചെയ്താലും അതിൽ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ വന്ന് നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കും. അതുപോലെ തന്നെ ശുഭകാര്യങ്ങൾ, അതായത് ഈ ശുഭകാര്യം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വിവാഹം പോലെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ഈ സമയം അത്ര അനുകൂലമല്ല. അതുപോലെ തന്നെ സാമ്പത്തികമായി നോക്കുമ്പോൾ ചില അനാവശ്യ ചിലവുകൾ വന്ന് കടം കയറാൻ സാധ്യത വ്യക്തമായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം സൂക്ഷിക്കണം. പറയാൻ കാരണം ഈ കർക്കിടക മാസമായതുകൊണ്ട് തന്നെ ഈ പുഴകളിലോ അല്ലെങ്കിൽ അതുപോലുള്ള ജലാശയങ്ങളിലോ ഒക്കെ നിങ്ങൾ ഇറങ്ങേണ്ടി വരുമ്പോൾ മുൻകരുതലോടുകൂടി മാത്രം അത് കൈകാര്യം ചെയ്യുക. അതിന് നിങ്ങൾക്ക് പരിഹാരമായിട്ട് പറയാനുള്ളത് ശാസ്താവിനെ അഭയം പ്രാപിക്കുക എന്നതാണ് മൂലനക്ഷത്രക്കാർക്കുള്ള ഏറ്റവും വലിയ പരിഹാരം. വാവുബലി കർമ്മങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത ശേഷം അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം കത്തിക്കുന്നത് അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ വ്രതം നിൽക്കുകയോ അല്ലെങ്കിൽ ഈ ശനി ദോഷങ്ങളെ അകറ്റി നിർത്താൻ വേണ്ടി നവഗ്രഹ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടെ നവഗ്രഹ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും അത്യുത്തമമായിരിക്കും. ഇത്രയുമാണ് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള നക്ഷത്രങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടവർക്ക് നമുക്കിവിടെ താമ്പൂല പ്രശ്നപ്രകാരം കിട്ടിയിരിക്കുന്ന ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് താമ്പൂല പ്രശ്നത്തിൽ തെളിഞ്ഞു വന്നിരിക്കുന്ന വലിയ സന്തോഷ വാർത്തയായിട്ട് ഇവിടെ പറയാനുള്ളത് പിതൃക്കളുടെ പൂർണ്ണ അനുഗ്രഹത്താൽ മഹാഭാഗ്യം ലഭിക്കാൻ പോകുന്ന ആ 2 നക്ഷത്രക്കാർ അവർ ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് കിട്ടിയിരിക്കുന്നത് രോഹിണി നക്ഷത്രക്കാരാണ്. അതായത് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക വാവ് മുതൽ അക്ഷരാർത്ഥത്തിൽ ഒരു മഹാഭാഗ്യത്തിൻ്റെ കാലയളവാണ് തുടങ്ങാൻ പോകുന്നത്. പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങളുടെ ഭാവത്തിൽ പരിപൂർണമായും നിറഞ്ഞു നിൽക്കുന്നു. സാമ്പത്തികമായി നിങ്ങൾ വലിയൊരു കുതിച്ചുചാട്ടം നടത്തിയേക്കും. വളരെ നാളുകളായി വിറ്റുപോകാതെ കിടന്നിരുന്ന വസ്തുവകകൾ വലിയ ലാഭത്തിൽ വിൽക്കാൻ സാധിക്കും. പുതിയ വീട് വയ്ക്കാനോ അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. ജോലിയില്ലാത്തവർക്ക് അവർ ആഗ്രഹിച്ചിരുന്ന ആ ഒരു മേഖലയിൽ തന്നെ ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ആ ജോലി ലഭിക്കാൻ വ്യക്തമായ യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി അത്യധികം സമാധാനവും സന്തോഷവും കൈവരുന്നതായിരിക്കും. ഭാഗ്യദേവത പൂർണ്ണമായും നിങ്ങളെ കടാക്ഷിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത്. അതിന് പ്രശ്നവിധി പ്രകാരം കാണുന്ന 2ാമത്തെ നക്ഷത്രം പൂയം നക്ഷത്രം. പൂയം നക്ഷത്രക്കാർക്ക് താമ്പൂല പ്രശ്നത്തിൽ കണ്ട ലക്ഷണങ്ങൾ അത് അത്യന്തം ശുഭകരമാണ്. നിങ്ങളുടെ സകല ദുരിതങ്ങളും ഈ വാവോടുകൂടി അവസാനിക്കുകയാണ്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വലിയ അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കുകയും വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാവുകയും ചെയ്യും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഇതിലെ പൂയ നക്ഷത്രക്കാർക്ക് അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറി വിസ വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതിലെ വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വലിയ വിജയം നേടാൻ ഉറപ്പായിട്ടും സാധിക്കും. മാത്രവുമല്ല ഇതിൽ ഈ മുതിർന്നവർക്ക് നിങ്ങൾ ഈ കോടതി വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ പൂർണ്ണമായും നിങ്ങൾക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. മാത്രവുമല്ല നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ വലിയ വില ലഭിക്കുന്ന ആ ഒരു സമയമാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അത് ഈശ്വരൻ്റെ അദൃശ്യമായിട്ടൊരു കരസ്പർശം അതിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനും തീർച്ചയായിട്ടും സാധിക്കും. അതിന് ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്ന് ഈ ക്രോഡീകരിച്ചതിൽ ഈ 5 നക്ഷത്രക്കാർക്കും വേണ്ടി ഒന്ന് പറയുകയാണെങ്കിൽ താമ്പൂല പ്രശ്നത്തിൽ കണ്ട വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഇവിടെ വിശകലനം ചെയ്തത്. അങ്ങനെയാണെങ്കിലും ദോഷമുള്ളവർ അത് കേട്ട് ഭയപ്പെടാതെ ഈ പറഞ്ഞിട്ടുള്ള പരിഹാര മാർഗങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകുക. ഈ ഭാഗ്യം സിദ്ധിക്കുന്നവർ അഹങ്കരിക്കാതെ കൂടുതൽ ഈശ്വരഭക്തിയോടുകൂടിയും മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഈ കർക്കിടക വാവ് എന്നത് നമ്മുടെ മൺമറഞ്ഞു പോയ പൂർവികരെ സ്മരിക്കാനുള്ള ആ ഒരു ദിവസമാണ്. ഇതിപ്പോൾ ഏത് നക്ഷത്രക്കാരാണെങ്കിലും ശരി അന്ന് നിങ്ങൾ ബലിതർപ്പണം ചെയ്യാനും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് അന്നദാനം ചെയ്യാനും മറക്കാതിരിക്കുക. അതായത് നിങ്ങൾക്കൊണ്ടാകുന്ന ഒരു ദാനം നിങ്ങൾ ചെയ്താൽ മതി. അന്നദാനമാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠം. അതുപോലെ തന്നെ പിതൃക്കളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മായ്ക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു ദോഷവും നിങ്ങൾക്ക് ഈ ലോകത്തിലുമില്ല പരലോകത്തിലുമില്ല. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.